ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് ശൂർ മരുഭൂമിയിൽ എത്തി. നാം ഒരു ദിവസം മുഴുവൻ വെള്ളം കിട്ടാതെ വന്നാൽ ദാഹിച്ച് വരണ്ടു പോകും. എന്നാൽ അവർ 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ വാടി കരിഞ്ഞ് മാറായിലെത്തിയപ്പോൾ അതാ കാണുന്നു വെള്ളം. അവർ സന്തോഷത്തോടെ തുള്ളിച്ചാടി അവിടെ എത്തി. അത് ആർത്തിയോടെ കോരിക്കുടിച്ചു. രുചിച്ചപ്പോൾ നല്ല കയ്പ്. ജനം പിറുപിറുത്തു. മോശ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 25-ാമത് വചനം. ആ വൃക്ഷം യേശുവാകുന്ന വൃക്ഷത്തിൻ്റെ നിഴൽ, ജീവൻ്റെ വൃക്ഷം, അത് യെശയ്യാപ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ന്റെ 1-ാം വചനം. ആ വൃക്ഷക്കൊമ്പാണ് യേശു. അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ കൊണ്ടുപോയപ്പോൾ വൃക്ഷത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ഒരു കുഞ്ഞാടിനെ ദൈവം നൽകി. എല്ലാം രക്ഷകനായ യേശുവിനെ കാണിക്കുന്നു. കയ്പേറിയ മരുഭൂമി അനുഭവങ്ങളിൽ മാറായിലെ കയ്പിനെ കർത്താവ് മധുരമുള്ളതാക്കി തീർത്തു. യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ഏത് കയ്പിനെയും യേശു മധുരമാക്കി മാറ്റും. കാനാവിലെ കല്യാണ നാളിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ അത് വീട്ടുകാർക്ക് കയ്പിൻ്റെ അനുഭവമായി. ആ കയ്പിനെ യേശു മധുരമുള്ളതാക്കി. യായിറോസിൻ്റെ ഭവനത്തിലും മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലും മരണമെന്ന കയ്പ് കടന്നു വന്നു. യേശു ആ കയ്പിനെയും മധുരമാക്കി. യേശുവിനെ പിൻഗമിക്കുമ്പോൾ കയ്പേറിയ ജീവിതാനുഭവങ്ങൾ നമുക്ക് കടന്നു വരാം. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. 2 തീമോഥെയോസ് 3-ാം അധ്യായം 12-ാമത് വചനം. കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത് വചനം. കർത്താവ് ഇസ്രായേൽ ജനത്തെ അവരുടെ ശാഠ്യ സ്വഭാവങ്ങളും പാപങ്ങളും കൊണ്ട് കയ്പേറിയ അനുഭവങ്ങൾ കൂടി നടത്തി. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചുവെള്ളം കുടിപ്പിക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 15-ാമത് വചനം. അന്നത്തെ പ്രവാചകന്മാർ വഷളത്വം പ്രവർത്തിച്ചപ്പോൾ യഹോവ ഇപ്രകാരം പറഞ്ഞു: ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും. യെരൂശലേമിലെ പ്രവാചകന്മാരിൽ നിന്നല്ലോ വഷളത്വം ദേശത്തെല്ലായിടവും പരന്നിരിക്കുന്നത്. യിരെമ്യാവ് 23-ന്റെ 15-ാമത് വചനം. ദൈവത്തെ മറന്ന് അന്യവിഗ്രഹങ്ങളെ ആരാധിച്ചാൽ ഭവനങ്ങളിൽ കയ്പേറിയ വേര് മുളയ്ക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആ ജാതികളുടെ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടാകരുത്. നഞ്ചും കയ്പുമുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരും അരുത്. ആവർത്തനം 29-ന്റെ 17. ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ടും കയ്പേറിയ അനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിടും. ഒരു കാരണവുമില്ലാതെ ജീവിതത്തിൽ കയ്പ് വന്ന് ഭവിക്കാം. പുറവിയിലെ കുരുടൻ ഇതിന് ഒരു ഉദാഹരണമാണ്. ഒരു തെറ്റും ചെയ്യാതെ ജീവിതത്തിൽ കയ്പ് കുടിക്കേണ്ടി വന്നാൽ പരിഭ്രമിക്കേണ്ട. എല്ലാം ദൈവനാമം മഹത്വപ്പെടുവാനും നമ്മെ വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് നയിച്ച് സ്വർഗരാജ്യം നൽകുവാനുമാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. ഒരിക്കൽ ഒരു അമേരിക്കൻ മിഷണറി ഭാര്യയോടൊപ്പം ഇന്ത്യയിൽ വന്നു. എന്നാൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാൻ ഒരു സാഹചര്യം ഇല്ലാത്തതിനാൽ അദ്ദേഹം ബർമയിൽ സുവിശേഷത്തിനായി പോയി. അവർക്ക് 3 കുഞ്ഞുങ്ങൾ ജനിച്ചു. ആദ്യത്തെ കുഞ്ഞ് ഇന്ത്യയിൽ നിന്നും ബർമയിലേക്ക് പോകുന്ന വഴി ജനിച്ചപ്പോൾ തന്നെ മരിച്ച അവസ്ഥയിലായിരുന്നു. ബർമയിൽ ശുശ്രൂഷ ആരംഭിച്ച് കുറെ കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ജനിച്ച 2 കുഞ്ഞുങ്ങളും ഇതേ അവസ്ഥയിൽ മരണപ്പെടുവാൻ ഇടയായി തീർന്നു. എങ്കിലും ഈ മിഷണറി ദൈവത്തിൽ അടിയുറച്ച് ദൈവിക വേല തുടരുവാൻ താൻ തീരുമാനിച്ചപ്പോൾ കുറെ കഴിഞ്ഞ് തൻ്റെ ഭാര്യയും മരണപ്പെടുവാൻ ഇടയായി തീർന്നു. എന്തുകൊണ്ടാണ് ദൈവദാസന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? നമുക്ക് ഉത്തരം പറയാനാവില്ല. എന്നാൽ ദൈവത്തിന് ഉത്തരമുണ്ട്. എത്ര വലിയ
കഷ്ടത്തിൽ കൂടി കടത്തിവിട്ടാലും ദൈവീയ പദ്ധതി പൂർത്തീകരിക്കപ്പെടും. അദ്ദേഹം ബർമ്മ ഭാഷ പഠിച്ചു. സത്യവേദപുസ്തകം ബർമ്മയിലേക്ക് തർജ്ജമ ചെയ്തു. ആ രാജ്യത്തിന് ഒരു ബൈബിൾ ഡിക്ഷണറിയും അദ്ദേഹം സമ്മാനിച്ചു. അദ്ദേഹം മരിച്ചുപോയെങ്കിലും അദ്ദേഹം പാകിയ വിത്തുകൾ ഇന്നും മുളച്ച് ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കയ്പിനെ മാറ്റുവാൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കയ്പ് കുടിച്ചു. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു. എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. 69-ാം സങ്കീർത്തനം 21-ാമത് വചനം. അതിനാൽ നാം ദുഃഖിക്കേണ്ട. കയ്പിനെ മധുരമാക്കുന്നവൻ നമ്മോടൊപ്പം ഉണ്ട്. അവൻ സകല കഷ്ടങ്ങളെയും ജയിച്ചവൻ. കർത്താവിൻ്റെ വചനത്തിൽ എന്നും നമുക്ക് ആശ്വസിക്കാൻ കഴിയും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത് വചനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com